ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ IEDസിന്റെ ഒരു ബിസിനസ് എക്സിബിഷൻ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു സംഭവം പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് IEDC അല്ല കേട്ടോ, ലാസ്റ്റ് ആയിട്ട് അപ്പോൾ നമ്മൾ ഫാഷൻ ഷോ ചെയ്തിരുന്നു നമ്മൾ 5 പേർ. അപ്പോൾ ഇനി അടുത്ത ഞങ്ങൾ ഫാഷൻ ഷോയ്ക്ക് ശേഷം ഫുഡ് സ്റ്റോളാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ അതിൽ രജിസ്റ്റർ ചെയ്തു. ഇത് എന്തായാലും സാധനം വാങ്ങുമ്പോൾ ഉണ്ടാവും, ആ പരിപാടി ഒക്കെ ഉണ്ടാവും. എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കുക. അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ IEDസിയുടെ ബിസിനസ് എക്സിബിഷൻ്റെ ഭാഗമായിട്ട് ഞങ്ങളൊരു ഫുഡ് സ്റ്റാൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടുള്ള ഷോപ്പിംഗ്, പിന്നെ അതിന് നമ്മൾ ഫുഡ് സ്റ്റോളിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ, പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഡെക്കറേഷൻ തുടങ്ങിയ എല്ലാതും പറ്റുന്ന പോലെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫുഡ് സ്റ്റോളിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മേടിക്കാനായിട്ട് ഞങ്ങൾ ആദ്യം എടപ്പാൾ നെസ്റ്റോയിലാണ് പോയത്. എടപ്പാൾ ഇനി തെണ്ടാൻ ഒരു സ്ഥലവും ബാക്കിയില്ല. ഓരോരോ സാധനങ്ങൾ ഓരോരോ കടകളിൽ കയറി ഇറങ്ങി തെണ്ടായിരുന്നു ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് തുടങ്ങി. എന്തൊക്കെ വാങ്ങണം, അതിൻ്റെ റേറ്റ് എത്ര വരും, അങ്ങനെ എല്ലാം ഞങ്ങൾ പ്രീ പ്ലാൻ ചെയ്തിട്ടായിരുന്നു പോയത്. ഒരു ബഡ്ജറ്റൊക്കെ ഇട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ കൈമെന്ന് പൈസ പോണത് അറിയില്ല. പിന്നെ ഞങ്ങൾ വാങ്ങുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രോബെറീസ്, ചോക്ലേറ്റ്സ്, ബ്രൗണി, അങ്ങനെ കുറച്ച് സാധനങ്ങളായിരുന്നു. ഒരു സ്വീറ്റായിട്ട് ഡെസേർട്ട് ഐറ്റംസ് ആയിട്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്ട്രോബെറീസൊക്കെ ഞങ്ങൾ ഒരു 20+ ബോക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ വിറ്റ് പോകുമെന്നായിരുന്നു ഞങ്ങളുടെ ടെൻഷൻ. ബട്ട് ഫസ്റ്റ് തീർന്നത് സ്ട്രോബെറി ആയിരുന്നു. എന്നിട്ട് ഞങ്ങൾ വീണ്ടും സ്ട്രോബെറീസ് ഇറക്കി, അതും പെട്ടെന്ന് തന്നെ തീർന്നു. അത്രക്കും തിരക്കായിരുന്നു അതിന്. പിന്നെ എനിക്കാണെങ്കിൽ ഓരോരോ ചോക്ലേറ്റ്സ് കാണുമ്പോൾ അല്ലെങ്കിൽ ന്യൂട്രലൊക്കെ കാണുമ്പോൾ എൻ്റെ കൺട്രോൾ പോയിട്ട് നിൽക്കുകയായിരുന്നു. എല്ലാവരും കണക്ക് തന്നെ, എല്ലാവരും അത് വാങ്ങാന്ന് പറഞ്ഞിട്ട് എന്താ പറയുക, ചാഞ്ചാട്ടം ആയിരുന്നു അവിടെ. അല്ലെങ്കിൽ ഈ ഷോപ്പിങ്ങിന് ഇറങ്ങിയാൽ തന്നെയാണ് അവസ്ഥ. കൺട്രോൾ ചെയ്യില്ലാതെ വേറെ വഴിയില്ല. പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫുഡ് കോർട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു. ബ്രോസ്റ്റഡ് ചിക്കനും പിന്നെ എന്തോ ചിക്കൻ പിസ്സ അങ്ങനെ എന്തോ സംഭവം, അതും പിന്നെ ഡ്രിങ്ക്സും വാങ്ങിയിട്ട് നമ്മൾ നേരെ ബില്ല് ചെയ്യാൻ പോയി. അങ്ങനെ ഞങ്ങളെ ഷോപ്പിംഗ് കഴിഞ്ഞു. ഇനി ഫുഡ് കഴിക്കണം. അങ്ങനെ നമ്മൾ വാങ്ങിയ സാധനങ്ങളൊക്കെ അവിടെ കസ്റ്റമർ കെയറിൽ കൊടുത്തിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിച്ച് കുറേ നേരം അവിടെ അങ്ങനെ പോയിണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. ഇതുകൊണ്ടൊന്നും തീർന്നില്ല ഗൈസ്, ഇനിയുണ്ട് സാധനങ്ങൾ മേടിക്കാൻ. പ്ലേറ്റും ഗ്ലാസും പിന്നെ മെയിൻ ചോക്ലേറ്റൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. പിന്നെ ഡെക്കോർ, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ. അതിന് നമ്മൾ ചോദിച്ചറിഞ്ഞിട്ട് ഈ ഏഷ്യൻ ഹൈപ്പർ മാർക്കറ്റിലാണ് പോയത്. അവിടെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. പ്ലേറ്റും കപ്പൊക്കെ സെലക്ട് ചെയ്തിട്ട് ആൾക്കാരത് എങ്ങനെ എടുത്ത് കഴിക്കുന്നവരെ റിച്ചു കാണിച്ചു തരുമായിരുന്നു. പിന്നെ ഞാനും നൂറിൽ നേരെ ഡെക്കോർ സെക്ഷനിലേക്ക് പോയി. ഈ സ്റ്റേഷനറി ഐറ്റംസൊക്കെ കിട്ടണേ അങ്ങോട്ട്. പിന്നെ റിച്ചും റമിയും കൂടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ചോക്ലേറ്റ്സ് അപ്പം പോയി. അവിടെ നല്ല നല്ല ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഈ ബക്കറ്റ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അത് എന്താ പറയുക, കൈമേൽ പൈസ ഇല്ലാത്തതുകൊണ്ട് എടുത്തില്ല, അവിടെ തന്നെ വെച്ച്. അല്ലെങ്കിൽ നമ്മൾ സ്ട്രോബെറീസൊക്കെ അതിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവുമായിരുന്നു. പിന്നെ മൃഗസ്നേഹിയായ നൂറ സ്വാഭാവികമായിട്ടും പുലികളെ കണ്ടപ്പോൾ അങ്ങോട്ട് തന്നെ പോയി. സംഭവം ഞങ്ങൾ ആ സെക്ഷനിലേക്ക് പോയത് നമ്മൾ സ്റ്റോൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിബൺ, പിന്നെ ത്രെഡ്, ചാർട്ട് പേപ്പർ, ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ അങ്ങനെ തെന്നി മാറിപ്പോയി. ഓരോ ക്യൂട്ട് സാധനങ്ങളും മൃഗങ്ങളൊക്കെ കണ്ടു. അങ്ങനെ നമ്മൾ അവിടെ നിന്നും സാധനങ്ങളൊക്കെ ബില്ല് ചെയ്തിട്ട് ഓട്ടോ പിടിച്ചിട്ട് എടപ്പാൾ ബസ് സ്റ്റാൻഡിൽ പോയി. അവിടെ നിന്ന് നമ്മൾ കുറ്റിപ്പുറത്തേക്ക് ബസ് കയറി. പിന്നെ ചോക്ലേറ്റ്സിൻ്റെ കാര്യം പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച ചോക്ലേറ്റ്സ് കിട്ടാത്തതുകൊണ്ട് നമ്മൾ കുറേ അലഞ്ഞ്, നമ്മൾ കൊടുക്കുമ്പോൾ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സാധനം തന്നെ കൊടുക്കണമല്ലോ. അതുകൊണ്ട് നമ്മൾ അതിന് കുറച്ച് കഷ്ടപ്പെട്ട് ചോക്ലേറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ അതിന് കുറേ അലഞ്ഞിട്ടാണ് നമുക്ക് അവസാനം കിട്ടിയത്. അങ്ങനെ കിട്ടിയ അവസാനം രാത്രി ഒരു 7 മണി 7:45 ആയി കാണും റൂമിലെത്തിയപ്പോൾ. അങ്ങനെ വന്ന പാടെ തന്നെ നമ്മൾ സ്ട്രോബെറീസൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു. പിന്നെ ഫ്രഷ് ക്രീം, വിപ്പിംഗ് ക്രീം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു. പിന്നെ നമ്മൾ ഫ്രഷ് ആയിട്ട് നേരെ നമ്മളെ ബില്ലും കാര്യങ്ങളൊക്കെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തു. അങ്ങനെ പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചു. നൂഡിൽസ് ആയിരുന്നു കഴിച്ചത്. അതും കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കൊടുക്കുന്ന സാധനം നമ്മൾ തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ. അങ്ങനെ നമ്മളും
അത് ടെസ്റ്റ് ചെയ്യുമ്പോൾ പിന്നെ കാക്കക്കൂട്ടിൽ കല്ലിട്ട മാതിരിയായിരുന്നു. പറയാതിരിക്കാൻ വയ്യ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും നമ്മൾ ബ്രൗണി, പിന്നെ അതേമാതിരി സ്ട്രോബെറി അടിപൊളിയായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ റിബൺ ഉണ്ടാക്കി, പിന്നെ കിടന്നുറങ്ങി. പിന്നെ രാവിലെ എണീക്കേണ്ടി വന്നു. പിന്നെ നമ്മൾ ഏപ്രിൽ റിച്ചുവിൻ്റെ അമ്മച്ചി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തന്നു കേട്ടോ. നല്ല ക്യൂട്ടായിരുന്നു, അതെല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ സ്റ്റോളിന് നമ്മൾ കോക്കോമെൽസ് എന്നൊരു പേരിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വൻ തിരക്കായിരുന്നു, ഭയങ്കര റഷായിരുന്നു. ഇതാണ് ഞങ്ങളെ സ്റ്റോൾ. വെയിലായതുകൊണ്ട് ഇപ്പുറം മാറ്റിയതാണ്. ഇതാണ് ഞങ്ങളെ സ്റ്റോള് ഓപ്പൺ ചെയ്തതിന് ശേഷം പിന്നെ ഒന്നും ഞങ്ങളുടെ കയ്യിലായിരുന്നില്ല. എനിക്ക് ഈ വീഡിയോസൊക്കെ മോശമായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ആർദ്ര, സാലി, സുഹാന ഇവർ നമ്മളെ നല്ലോണം ഹെൽപ്പ് ചെയ്ത് നമ്മളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അതേമാതിരി നമ്മളെ സ്റ്റോൾ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ നമ്മളെ ക്ലാസ്സിലെ എല്ലാവരും നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ കണ്ണടച്ച് തുറന്നപ്പോഴത്തേനും ആൾക്കൂട്ടായി. പിന്നെ ഒന്നും ഓർമ്മയില്ല, നമ്മൾ ആകെ തിക്കും തിരക്കും ബഹളമായിട്ട് ആകെ മൊത്തം ബിസി ആയിരുന്നു. പിന്നെ ഈ കോളേജിൽ എന്തൊരു പ്രോഗ്രാം നടക്കുകയാണെങ്കിലും അതിൽ മുന്നിലുണ്ടാവും ഞങ്ങൾ 5 എണ്ണം. അതാണ് ഞങ്ങളുടെ ഒരു പ്രത്യേകത. അത് എന്തിടകൂടെ ഞങ്ങൾ വേണമെങ്കിൽ അതിൽ നമ്മളുണ്ടാവും. ഇൻട്രോൻ്റെ ഇടക്ക് മൂസി പറയുണ്ടായില്ലേ, ഫാഷൻ ഷോയ്ക്ക് ശേഷം അടുത്ത ഉടായ്പായിട്ട് ഞങ്ങളെത്തിയെന്ന്. ഇതാണ് അങ്ങനെ ഇതേമാതിരി ഒരു പ്രോഗ്രാമായിരുന്നു ഫാഷൻ ഷോ. അതിലും ഞങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതാണ് ഞങ്ങളുടെ പ്രത്യേകത. പിന്നെ ഫേസ് പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് നല്ലൊരു ആഗ്രഹം പിടിച്ച സംഭവമായിരുന്നു. അത് ചെയ്തു, ഞാൻ ഹാപ്പിയായി. പിന്നെ ഇവരൊക്കെ എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ് കേട്ടോ. ഇത് ഫിദ, പിന്നെ ഷാനു, പിന്നെ ഷെൻസ. 2 എണ്ണം ജൂനിയേഴ്സും 1 എണ്ണം എൻ്റെ അതേ ബാച്ചുമാണ്. എൻ്റെ ഡൈ ഹാർട്ട് ഫാനാണെന്നാണ് പറയൽ. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ റൂമിൽ വന്നപ്പോഴാണ് ആകെ അങ്ങനെ നമ്മളിതെല്ലാം ക്ലീനാക്കി. ഇനി ഇതുമാതിരി ഒരു സംഭവം ഞങ്ങളിനി ചെയ്യില്ല എന്നും പറഞ്ഞുകൊണ്ട് ഈ കഥ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയി. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.